അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ വിശുദ്ധമായ രാപ്പകലുകളിൽ, പ്രത്യേകിച്ച് അറഫയുടെ രാപ്പകലുകളിലൊക്കെ ഇതുപോലെ ഒരുമിക്കാനുള്ളൊരു തൗഫീഖ് നാഥനായ റബ്ബ് നമുക്ക് തന്നല്ലോ. അവൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം ചൊല്ലിയ 25 ലക്ഷത്തിൽ പരം സ്വലാത്തുകൾ, ഒരുപാട് അദ്കാറുകൾ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സ് മുൻനിർത്തി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നാഥനായ റബ്ബിനോട് നമുക്ക് തുറന്നു പറയണം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് സമീപിക്കണം. എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു മുക്തി നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ ഈ സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് എന്തുദ്ദേശമാണോ ഉള്ളത്, ആ ലക്ഷ്യങ്ങളെല്ലാം കരുണാവാരിധിയായ റബ്ബ് പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫജ്റിലൂടെ നമുക്ക് ആരംഭിക്കാം. വിശുദ്ധമായ ദുൽഹജ്ജിൽ ആദ്യ 10 രാപ്പകലുകളിൽ ഏറെ ശ്രേഷ്ഠതയോടെ നമ്മൾ കണക്കാക്കിയ സൂറത്താണ് സൂറത്തുൽ ഫജ്ർ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഓതുന്നുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നമ്മളിങ്ങനെ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്തത് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി തരുമാറാകട്ടെ. ആ ഖുർആനിക ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു മുക്തി നൽകുമാറാകട്ടെ. എല്ലാ ഗുണങ്ങൾ നേടുവാൻ
കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിലും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അറഫ ദിനത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഏറെ ഹൃദ്യമായ ഒരു ദിക്ർ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ധാരാളം പ്രത്യേകിച്ച് ഖുർആൻ ഓതാൻ പറ്റാത്ത നമ്മുടെ സഹോദരിമാരൊക്കെ കൂടുതൽ ഈ ദിക്ർ അധികമാക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 33 തവണ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي
ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على
على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദിക്ർ പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകം ഈ വിശുദ്ധമായ രാത്രിയിലും പകലിലും നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഹശ്ർ അല്ലേ. സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം. സൂറത്തുൽ ഹശ്റിന്റെ 21-ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെ എന്നോടൊപ്പം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. സദഖല്ലാഹുൽ അദീം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതോപാധികളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ ഖൈർ നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാ സങ്കടങ്ങളും അകറ്റി റാഹത്തായ ജീവിതം നാഥനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ദിക്റുകൾ നമുക്ക് ചൊല്ലാം. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കലിമത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله
الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഏറെ മഹത്തരമായ സൂറത്തുൽ ഇഖ്ലാസ് ഒരു 11 തവണ നമുക്ക് പാരായണം ചെയ്യാം. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതുന്നവരെ യാ മാദിഹർ റഹ്മാൻ, അള്ളാഹുവിനെ മദ്ഹ് ചെയ്തവരെ എന്ന് വിളിക്കുന്ന മനോഹരമായ നിമിഷം നാളെ പരലോകത്തുണ്ടെന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാൽ മാദിഹർ റഹ്മാൻ എന്ന് വിളിക്കപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن
يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الله رب العالمين നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 33 തവണ. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് സദസ്സും സ്വീകരിക്കപ്പെടാൻ ഉതകുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഹബീബിന്റെ മദ്ഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം ഈ ആക്രമ വൈത്ത് ചൊല്ലി ഒരു 33 സ്വലാത്തും ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഈ വിശുദ്ധമായ രാത്രിയുടെ ബറക്കത്ത് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ. നമുക്ക് സമാധാനമുള്ള ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നടക്കുന്ന സ്വബാഹുൽ ഖൈർ എന്ന് പറയുന്ന പരിപാടി, അതിലൂടെ ഹംദ് പറഞ്ഞ് ജീവിതം മാറി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അതിലൂടെയെല്ലാം നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ദുആ വസിയത്തുകൾ അറിയിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കുമാറാകട്ടെ. അറഫയുടെ രാത്രി നമ്മൾ നടത്തുന്ന ബൃഹത്തായ ഒരു മജ്ലിസ് അല്ലെ, അറഫയുടെ രാവ് നമ്മൾ നടത്തുന്ന മനോഹരമായ മജ്ലിസ്, 5000 രൂപയുടെ സമ്മാനം അതിൽ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അർഹരായവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സദസ്സായി, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഹദിയ ചെയ്യുന്ന സദസ്സായി അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് യാ അക്രമൽ ഖൽഖി മാ لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي صحبي صلاة منك دائمتي على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنحت عذبا تلباني ريح صبا وأتراب العيس حاد العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد جبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്തുൻ നൂർ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ എവിടെയെല്ലാം ഉണ്ടോ നമ്മുടെ കൽബിൽ വെളിച്ചമാണ്, നമ്മുടെ ജീവിതത്തിലുടനീളം വെളിച്ചമാണ്, ഖബറിൽ വെളിച്ചമാണ്, സിറാത്ത് പാലത്തിൽ വെളിച്ചമാണ്, എല്ലായിടത്തും വെളിച്ചമാണ് സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമേകുന്ന മനോഹരമായ ഒരു ചെറിയ സ്വലാത്ത് ഒരു 33 തവണ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി, اللهم صل على النور وأهله، 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 اللهم صل على النور وأهله. ഈ വിശുദ്ധമായ രാത്രിയിലും പകലിലും അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ത് ചോദിച്ചാലും തരുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ, അല്ലേ? എന്ത് ചോദിച്ചാലും റബ്ബ് തരും. ഹൃദ്യമായി അല്ലാഹുവിനോട് അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി നമുക്ക് ചോദിക്കണം. അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി നമുക്ക് ചോദിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്ന എന്നോടൊപ്പം ഒരുമിച്ചൊന്ന് ചൊല്ലി നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق
خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله
يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അസ്മാഉൽ ഹുസ്ന പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം അറിയുന്നവനാണ് റബ്ബ്. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലാതെ ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 25 ലക്ഷത്തിലേറെ 11 ലക്ഷം സ്വലാത്ത് പറഞ്ഞിടത്തുനിന്ന് 25 ലക്ഷത്തിലേറെ സ്വലാത്തുകൾ അൽഹംദുലില്ലാ നമ്മുടെ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ സഹോദരങ്ങൾ ചൊല്ലിത്തീർത്തിട്ടുണ്ട്. അല്ലാഹ് വലിയ സന്തോഷം. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ സദസ്സ് കണ്ട് സന്തോഷിക്കുന്ന നിലയിലാക്കി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ മജ്ലിസിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹദിയകൾ ചെയ്ത ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. കുറച്ച് സ്വലാത്ത്, വളരെ വളരെ കുറച്ച് സ്വലാത്തിലിട്ട് നമുക്ക് ദ്വാരക്കാം. ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദ്രിലും ബദലങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇഷ്ഖറിയാതെ പാപി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആറ്റലായൊരു അശ്റഫുൻ നബി പാടിടുന്നിവർ ആശയായി ആഗ്രഹങ്ങളേറെയുണ്ട് ഉപചാരത്തിൽ ചെന്നിടാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.
റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണ് നറിയാം തങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സ്വലാത്തുകൾ ധാരാളം ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ പല ആളുകളും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിരക്കണക്കിന് ദുആ വസിയ്യത്തുകളാണ് ലഭിച്ചിട്ടുള്ളത്. മൊത്തം ഏതാണ്ട് ഞാൻ നോക്കിയപ്പോൾ 3500-ൽ കൂടുതൽ ദുആ വസിയ്യത്തുകളുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലും അല്ലാതെയും എനിക്ക് പ്രൈവറ്റായി അയച്ചതും എല്ലാം. അപ്പോൾ വ്യത്യസ്തമായ ആളുകൾ പറയുന്ന ചിലപ്പോൾ ഒരു 500 ആളുകൾ പറയുന്നത് ഭർത്താവിൻ്റെ വിഷയമായിരിക്കും. പക്ഷേ ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഭർത്താവിൻ്റെ വിഷയം പറഞ്ഞവരെന്നുള്ളത് ഒരൊറ്റ ടോപ്പിക്കിലേക്ക് ഒതുക്കുകയാണ്. അങ്ങനെ 3500-ഓളം വന്ന ദുആ വസിയ്യത്തുകൾ ചുരുക്കി ഒരു 10-40 ആക്കിയിട്ട് ഞാൻ വായിക്കുകയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ കമന്റ് ചെയ്തതും നിങ്ങൾ ദുആ വസിയ്യത്ത് അറിയിച്ചതും അല്ലാഹു റബ്ബുൽ ആലമീൻ അറിഞ്ഞിട്ടുണ്ട്, പടച്ചോൻ അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹുവിന് ഒരു തൂങ്ങിയ ഉറക്കം പോലുമില്ല. അവനെല്ലാം അറിയുന്നവനാണ്. ഒന്നാമത്തത്, ഭർത്താവിൻ്റെ സഹോദരൻ നിമിത്തം കള്ളക്കേസിൽ കുടുങ്ങിയ ഒരു സഹോദരി, അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ഭർത്താവിൻ്റെ മദ്യപാനം ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഭാര്യയെക്കുറിച്ച് പരാതി പറഞ്ഞവർ, സങ്കടം പറഞ്ഞവർ അള്ളാഹു നന്നാക്കുമാറാകട്ടെ. ഹലാലായ മുറാദുകൾ ഹാസുലാകാൻ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും ഖബറിലാണ്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മക്കളുടെ വിവാഹം ശരിയാകാൻ, മകൻ്റെതും മകളുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്റെ വിവാഹം ശരിയാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഖൈറായ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ജോലി ശരിയാകാൻ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹു ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരു സഹോദരി, ഭർത്താവ് ഗൾഫിൽ ജയിലിലാണ്, അന്യായമായി തടങ്കലിലാണ്. അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആക്സിഡന്റിൽ ബോധമില്ലാതെ ഒരു സഹോദരൻ 1 മാസമായി ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടുമാറാകട്ടെ. വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അള്ളാഹു എളുപ്പമാക്കട്ടെ. ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം, മദീനയിൽ ചെന്ന് മരിക്കണം, മദീന കാണണം എന്നൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞവർ, യാ റബ്ബനാ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അതുപോലെ മക്കൾ ആലിമാകണം, ഹാഫിളാകണം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സന്താനങ്ങളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കുമാറാകട്ടെ. ടെൻഷൻ കൊണ്ട് വലയുന്നവർ ടെൻഷൻ അകറ്റുമാറാകട്ടെ. അസുഖങ്ങൾ, പലവിധ അസുഖങ്ങൾ, ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട്, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, ലങ്സ് സംബന്ധമായ പ്രയാസങ്ങൾ, ശാരീരികമായ വേദനകൾ, കൈവേദന, കാലുവേദന തുടങ്ങി ഒരുപാട് വേദനകൾ, ആമവാദം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ മക്കൾ നിസ്കരിക്കുന്നവരാകാൻ അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അതുപോലെ മക്കള് നന്നായി പഠിക്കാൻ, അതുപോലെ തന്നെ ഒരു കുട്ടി ഡൗൺ സിൻഡ്രോം ബാധിച്ച് പ്രയാസത്തിനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കുട്ടിക്ക് നോർമലായി മറ്റുള്ള കുട്ടികളെ പോലെ ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സ്ഥലം വിറ്റ് കിട്ടാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പമാക്കുമാറാകട്ടെ. സ്വന്തം വീടിനായി കാത്തിരിക്കുന്നവരാണ് ഒരുപാട് ആളുകളുണ്ട്, സ്വന്തമായി വീടില്ലാത്തവർ. അതുപോലെ വീട് നിർമ്മാണത്തിലുള്ളവർ അല്ലാഹു എളുപ്പത്തിൽ പൂർത്തീകരിക്കുമാറാകട്ടെ. സിഹർ കൊണ്ട്, കണ്ണേർ കൊണ്ട്, പിശാച് ബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹുവേ നീ ബാത്തിലാക്കണേ
തമ്പുരാനെ. കച്ചവടത്തിൽ ബറക്കത്ത് ലഭിക്കാൻ നീ ബറക്കത്ത് നൽകണേ അല്ലാ. PSC എഴുതി കാത്തിരിക്കുന്നവർ, PSC എഴുതാൻ പോകുന്നവർ, നീറ്റിന് വേണ്ടി എൻട്രൻസ് പഠിക്കുന്നവർ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാ. മരണത്തിന്റെ വക്കീലാണെന്ന് പറഞ്ഞൊരു സഹോദരി, അല്ലാഹുവേ നീ അവർക്ക് മോചനം നൽകണേ അല്ലാ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മകന് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്, എല്ലാവർക്കും നീ ക്ഷമ നൽകണേ അല്ലാ. ഈമാനോടെ മരിക്കണമെന്ന ആഗ്രഹം അല്ലാഹുവേ എല്ലാവർക്കും ഈമാൻ സലാമത്താക്കണേ അല്ലാ. നീ സലാമത്താക്കണേ അല്ലാ. ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ് ഉസ്താദെ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കീമോയിലേക്ക് പോകാതെ ശിഫയാകണമെന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സ്വലാത്തിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധമായ അറഫയിലെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ല എന്ന സങ്കടം പറഞ്ഞവർ അല്ലാഹുവേ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവർ നീ എളുപ്പമാക്കണേ അല്ലാ. ശരീരത്തിന്റെ പരഭാഗം വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശ്വാസം മുട്ടനുഭവിക്കുന്നവർ എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. അതുപോലെ ഒരു സഹോദരി, മകൻ ഹിഫ്ള് പഠനം നിർത്തി വീട്ടിൽ വന്നു, നിസ്കാരമില്ല, വളരെ ബുദ്ധിമുട്ടിക്കലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മകനെയും നമ്മുടെ സന്താനങ്ങളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗർഭിണിയായ സഹോദരികൾ സ്കാനിങ്ങിൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോബ്ലവും ഇല്ലാത്ത നിലക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ അല്ലാഹു അത് എളുപ്പമാക്കട്ടെ. ബിസിനസ് പൊളിച്ചു, കോടികൾ കടമുണ്ട് എന്ന് പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ആലമീൻ കടങ്ങളൊക്കെ വീട്ടിൽ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വീടില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ ഷെഡിലാണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ഖൈറായ ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഡ്മിഷൻ കാത്തിരിക്കുന്നവരുണ്ട് ഹൈറായ സ്ഥാപനങ്ങളിൽ, അല്ലാഹു അഡ്മിഷൻ നൽകുമാറാകട്ടെ. അതുപോലെ സുഖപ്രസവത്തിന് വേണ്ടി അല്ലാഹു എളുപ്പമാക്കുമാറാകട്ടെ. ഇബാദത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞവർ അല്ലാഹുവേ താല്പര്യം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. നിന്നെ സ്നേഹിക്കാൻ, അതിലൂടെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ വർസഖി ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഹജ്ജിന് പോയ മാതാപിതാക്കൾ അമലുകളെല്ലാം പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ, ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരും അമലുകൾ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. വീട്ടിൽ സമാധാനം ലഭിക്കാൻ അല്ലാഹുവേ നീ ഖൈറായ സമാധാനം നിറഞ്ഞ ഭവനം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി എല്ലാവർക്കും സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ 5000 രൂപ സമ്മാനമായി ലഭിച്ച ആളാരാണ്? 2-3 ദിവസത്തെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം പറഞ്ഞവരിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അത് സമ്മാനത്തിന് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ സമ്മാനം ലഭിച്ചത് സാമ്പത്തികമായൊക്കെ കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾ പറയണം, ഉസ്താദേ എനിക്ക് വേണ്ട, മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അത് ആർക്കാണോ ആപ്റ്റായത് അവർക്ക് കൊടുക്കും. അല്ല, നിങ്ങളതിന് അർഹരാണ്, സമ്മാനത്തിന് അർഹരാണ്, ആ ഹദിയ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു മഹാഭാഗ്യം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സിലൂടെ എന്നെന്നും എല്ലാവരിലേക്കും അത്താണിയാകുന്ന നിലക്ക് സ്വബാഹുൽ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നടക്കുന്ന സദസ്സ് ആഴ്ചയിൽ ഒരാൾക്ക് 1000 രൂപ വെച്ച് നമ്മളിങ്ങനെ സമ്മാനം നൽകി പോരുന്നുണ്ട്. സ്വബാഹുൽ ഖൈർ സദസ്സ് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 5000 രൂപ ആർക്ക് ലഭിക്കും? നമ്മുടെ അഡ്മിൻസ് ഒന്ന് നോക്കിയേ, ആർക്കാണ് ഒന്നൊന്ന് സെലക്ട് ചെയ്തിട്ട്, സെലക്ഷനൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ, ആർക്കാണ് ലഭിച്ചതെന്ന് നോക്കാം. മാഷാ അല്ലാഹ്. ഫാത്തിമ ഹന്ന MA 986 എന്ന് പറയുന്ന ഐഡിയിൽ നിന്നുള്ള കമന്റിനാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഫാത്തിമ ഹന്ന MA 986. ബാക്കിയുള്ളവരും സങ്കടപ്പെടണ്ട. അപ്പൊ ഫാത്തിമ ഹന്ന കൺഗ്രാജുലേഷൻ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ആ കമന്റ് ചെയ്ത ഉത്തരം ഉണ്ടല്ലോ, നിങ്ങൾ കമന്റ് ചെയ്തത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ താഴെ കാണുന്ന നമ്മുടെ ഹദിയ ചെയ്യാനുള്ള ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തയക്കാം. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സമ്മാനം എത്തുന്നതായിരിക്കും. നിങ്ങളുടെ ഗൂഗിൾ പേ ID കൊടുത്താൽ സമ്മാനം അങ്ങോട്ട് എത്തുന്നതായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് ചെയ്യട്ടെ. ബാക്കിയുള്ളവരൊന്നും നിരാശപ്പെടണ്ട, ഒരുപാട് ആളുകളല്ലേ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറായവർക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത അവസരം വരുമല്ലോ, എല്ലാ ദിവസവും നറുക്കെടുപ്പ് നടക്കല്ലേ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമുക്ക് ദുആയിലേക്ക് കിടക്കാം. മനസ്സറിഞ്ഞ് ഉള്ളുരുകി നിങ്ങൾ ആമീൻ പറയണം കേട്ടോ. അല്ലാഹു ഇതുപോലൊരു ദിവസം, ഇതുപോലൊരു രാത്രി നമുക്ക് വേറെ തരുമോ എന്നറിയില്ല. ഇത് ഞങ്ങളുടെ അവസാനത്തെ അറഫയുടെ രാവാക്കല്ലേ തമ്പുരാനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ അറഫ ദിനമാക്കല്ലേ അല്ലാ. ഒരുപാട് അറഫകളിൽ നിനക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ അമലുകൾ ചെയ്ത്
നിന്നിലേക്ക് അടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഹബീബിന്റെ പേരിൽ ചൊല്ലിത്തീർത്തവർ ഒരുമിച്ച് കൂടിയ സദസ്സാണല്ലോ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. നിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആബിദീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലാ. നീ പൊറുക്കണേ അല്ലാ. നീ പൊറുക്കണേ അല്ലാ. നീ പൊറുത്തില്ല എങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ. പടച്ചവനെ, മനസ്സമാധാനം നൽകണേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മനസ്സമാധാനം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സ്വസ്ഥത നൽകണേ അല്ലാ. സമാധാനത്തോടെയൊന്ന് കിടന്നുറങ്ങാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. സിഹർ കൊണ്ട് കണ്ണേറ് കൊണ്ട് പ്രയാസങ്ങളിലാണെന്ന് പറഞ്ഞവർ, ജീവിതത്തിലെ മുഴുവൻ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോയവർ, കച്ചവടം പൊളിഞ്ഞുപോയവർ, സിഹർ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ, കണ്ണേറ് കൊണ്ട് ജീവിതം തന്നെ പ്രതിസന്ധിയിലായവർ, അല്ലാ അല്ലാ, നീയാണ് എല്ലാ ഖൈറും ശർറും നൽകുന്നവൻ ചമ്പുരാനേ. എല്ലാ ശർറുകളും നീ ബാത്തിലാക്കണേ അല്ലാ. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരാണ്, ക്യാൻസർ രോഗികളും അല്ലാതെയും ഒക്കെയായി ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്ററിൽ കഴിയുന്നവർക്ക് വേണ്ടി ദുആ വസിയ്യത്തുണ്ട്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവർക്ക് വേണ്ടി ദുആ വസിയ്യത്തുണ്ട്. എല്ലാവർക്കും നീ ആജിലായ ശിഫാ നൽകണേ അല്ലാ. കാമിലായ ശിഫാ നൽകണേ അല്ലാ. പടച്ചവനെ, മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ, ട്യൂമർ, ഹാർട്ടിന് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായി, ലങ്സ് സംബന്ധമായ പ്രയാസങ്ങൾ, കൈവേദന, കാലുവേദന, മുട്ടുവേദന, തലവേദന, സന്ധിവേദന, ശ്വാസം മുട്ട് തുടങ്ങി പലവിധ പ്രയാസങ്ങൾ, എല്ലാത്തിൽ നിന്നും നീ മുക്തി നൽകണേ അല്ലാ. പടച്ചവനെ, തളർന്നു പോകുന്ന രോഗങ്ങളെ തരല്ല അല്ലാ. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ലേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. മരിക്കുവോളം നിനക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നീ നൽകണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. നിന്നെ ഭയപ്പെട്ടുകൊണ്ട് അമലുകൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, പലരും ഈ സദസ്സിലേക്ക് ഹദിയ ചെയ്തവരാ. ഈ വിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. സങ്കടങ്ങൾ നീ അകറ്റണേ അല്ലാ. കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. സ്വലാത്തുകളുടെ എണ്ണം അറിയിച്ചവരും അറിയിക്കാത്തവരുമുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരും ചെയ്യാത്തവരുമുണ്ട്. കമന്റ് ചെയ്തവരും അല്ലാത്തവരുമുണ്ട്. എല്ലാവരുടെയും ഉള്ളറിയുന്ന നാഥാ, മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങൾ നീ അകറ്റണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. മദ്യപാനത്തിൽ നിന്ന് മാറ്റി നിർത്തണേ അല്ലാ. ഹറാമായ സംസർഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. മാതാപിതാക്കളോട് അതവുള്ള മക്കളാക്കണേ അല്ലാ. പഠനങ്ങൾ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മടിയന്മാരും അലസന്മാരുമാക്കല്ലേ അല്ലാ. പടച്ചവനെ, നിസ്കാരമില്ലാത്ത മക്കളാക്കല്ലേ അല്ലാ. ഉമ്മാടെ നേരെ കയർക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഉപ്പാടെ കോളറിന് പിടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. മാതാപിതാക്കളോട് അതവുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, പലവിധ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ നീറ്റിന് വേണ്ടി, PSCക്ക് വേണ്ടി
പ്രിപ്പയർ ചെയ്യുന്നവർ, മറ്റു പല എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, ഉന്നത വിജയം നീ നൽകണേ അല്ലാ. ഹൈറായ സ്ഥാപനങ്ങളിൽ നീ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഹൈറായ ഹലാലായ വരുമാനം നൽകണേ അല്ലാ. യാ റബ്ബനാ, പ്രിയപ്പെട്ട പ്രവാസികളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സ്വസ്ഥത നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. വിസക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇഖാമക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നീ അതെല്ലാം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ അല്ലാ. ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ വെളിച്ചം നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ, ഹൈറായ ഭവനം നൽകണേ അല്ലാ. വീട് നിർമ്മാണത്തിൽ ഇരിക്കുന്നവരുണ്ട്, പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നല്ലൊരു ഇണയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നവർ, യാ റബ്ബനാ, ഹൈറായ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. കല്യാണം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരങ്ങൾ പലവിധ പ്രയാസങ്ങൾ സ്കാനിങ്ങിൽ ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്, യാ റബ്ബനാ, എല്ലാവിധ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. അവർക്ക് ഹൈറായ കുഞ്ഞിനെ നീ സ്വാലിഹായി നൽകണേ അല്ലാ. യാ റബ്ബനാ, മക്കളില്ലാതെ പൊട്ടിക്കറയുന്ന എത്രയെത്ര സഹോദരങ്ങളാണ് റബ്ബേ. തഹജ്ജുദിൽ പോലും എഴുന്നേൽക്കാതെ സുജൂദിൽ കിടന്ന് കരയുന്ന സഹോദരങ്ങൾ എത്രയുണ്ട് അല്ലാ. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ, കടം കൊണ്ട് പറയുന്നവരുടെ കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ വന്ന് മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റബ്ബേ, ഞങ്ങൾക്ക് തന്നാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ റഹ്മാനേ. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. ടെൻഷനുകൾ അകറ്റണേ അല്ലാ. സമാധാനം നിറഞ്ഞ ജീവിതം നീ നൽകണേ അല്ലാ. പടച്ചവനെ, ടെൻഷൻ അടിച്ച് മരണത്തിന്റെ വക്കീലാണെന്ന് പറഞ്ഞവരുണ്ട്, അവരുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ. പടച്ചവനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റഹ്മാനേ, ഖൽബ് നീ നന്നാക്കണേ അല്ലാ. അന്യായമായി ജയിലിൽ കഴിയുന്നവരുണ്ട്, നീ മോചനം നൽകണേ അല്ലാ, നീ മോചനം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങ് ഫലസ്തീനിൽ വിങ്ങിപ്പൊട്ടുകയാണ്, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. ഖുദ്സിന്റെ വിമോചകർക്ക് മോചനം നൽകണേ അല്ലാ. ലോക മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ് വീണ്ടും ആശുപത്രിയിലാണ്, ആരോഗ്യം നീ മെച്ചപ്പെടുത്തണേ അല്ലാ. ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് നീ ഹിമ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ശിഷ്യന്മാർ, ഞങ്ങളുടെ സഹകാരികൾ, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈറിന്റെ സഹകാരികൾ, ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, ഇത് കാണുന്നവർ, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവർ, സഹായിക്കുന്നവർ, ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലുള്ളവർക്ക് സഹായം നൽകാൻ വേണ്ടി ഹദിയകൾ ചെയ്യുന്നവർ, യാ റബ്ബനാ, എല്ലാവരെയും നീ ചേർത്തു പിടിക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. പടച്ചവരെ, മരിക്കുന്നതിന് മുൻപ് കഅബമൊന്ന് തവാഫ് ചെയ്യാൻ, സഫാ മർവക്കിടയിൽ ഒന്ന് സഅയ് ചെയ്യാൻ, ജംറകളിൽ ഒന്ന് കല്ലെറിയാൻ, മഖാമു ഇബ്രാഹിമിന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, അവസാനം താജ്ദാരേ മദീന, സർവരേ ആലം, സർക്കാർ ദോ ആലം, നൂറേ മുജസ്സം, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ചാര നിന്ന് കോടാനുകോടി സലാമുകൾ വർഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് പോയവരുണ്ട്, അമലുകൾ ഭംഗിയായി പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറുകളിലാണ്.
തേടുകയാണ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മർഹമത്ത് നൽകണേ അല്ലാ, ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ, അദാബിലാക്കല്ലേ അല്ലാ. എന്ത് അദാബ് ഖബറിലുണ്ടെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ദൂരീകരിക്കണേ അല്ലാ, ദൂരീകരിക്കണേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾ ചൊല്ലിത്തീർത്ത ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് സമ്മാനമായി എത്തിക്കണേ അല്ലാ. ന്യൂനതകളേറെയുണ്ട്, ന്യൂനതകളേറെയുണ്ട്. ഹബീബാൽ സന്തോഷിക്കപ്പെടുന്ന അവസ്ഥ നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനേ. ഞങ്ങളുടെ സമ്മാനങ്ങളൊന്നും പൂർണ്ണമല്ല അല്ലാ, എന്നാലും ഒരു കൊതിയാണ് ഹബീബ് അത് സ്വീകരിക്കുമെന്ന് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഹദിയകൾ ഈ സ്വലാത്ത് അങ്ങ് സ്വീകരിക്കണേ ഹബീബല്ലാഹ്. യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അർഹമുർറഹീമായ റബ്ബേ, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. എന്ത് അമലാണ് റബ്ബേ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, നാളെ മരിച്ചാൽ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. ഭീകരമായ രൂപത്തിൽ മുൻകറും വനക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം ചോദ്യശരങ്ങളുമായി വരുമ്പോ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബറ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്ക് വിശുദ്ധ ഭൂമിയിൽ ചെല്ലാൻ, തങ്ങളെ കാണാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇവിടത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആ സൂര്യൻ ഞങ്ങളുടെ തലക്ക് മുകളിൽ ഉദിപ്പിക്കുന്ന മഹ്ശറിലെ ചൂട്. യാ റബ്ബനാ, ഞങ്ങളുടെ പൊന്നുമ്മ പോലും ഞങ്ങളെ വേണ്ട എന്ന് പറയുമ്പോ ആരംഭപ്പൂവായ തങ്ങളല്ലാതെ ഞങ്ങൾക്കൊരാളില്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന നേതാവുണ്ട്. ഉമ്മ പോലും ഞങ്ങളെ മാറ്റി നിർത്തുമ്പോ മക്കളെ നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. നാളെ ഞങ്ങളെ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. പടച്ചവനെ, എന്തൊരു ചൂടാണ് നരകത്തിൽ. നീ ഞങ്ങളെ വലിച്ചെറിയല്ലേ അല്ലാ. ഞങ്ങളുടെ വിരലുകളൊന്ന് അടുപ്പിലെ ഗ്യാസിലൊന്ന് തട്ടിയാൽ പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് റബ്ബേ. ഈ ദുനിയാവിലെ മുഴുവൻ ചൂടിന്റെ 70 ഇരട്ടി എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലാ. നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ, നീ ഒരുമിപ്പിക്കണേ അല്ലാ. എല്ലാത്തിനും അപ്പുറം നിന്റെ സ്വർഗമാണ്. ആ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ പടച്ച നാഥനായ നിന്നെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയുണ്ട് അല്ലാ. മുഖം തിരിക്കല്ലേ അല്ലാ, ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉടയോനായ നിന്നെയൊന്ന് കാണാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ, നീ അവസരം നൽകണേ അല്ലാ. പടച്ചവരെ, വല്ല ദുആ വസിയത്തും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ എല്ലാം അറിയുന്നവനാണ്. ഓരോരുത്തരുടെയും കൽബിലുള്ള സങ്കടങ്ങൾ അറിയുന്ന നാഥ, ഈ വിശുദ്ധമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം 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 നീ സ്വീകരിക്കണേ അല്ലാ, ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽആഖിറ വലാ തുഖയ്യിബ് റജാഅനാ വലാ തുളയ്യിഅ ദുആഅനാ വലാ തറുദ്ദന്ന അയ്ദിയനാ ഖായിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി
عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. പ്രിയ സഹോദരങ്ങളെ, കൃത്യം 6 മണിക്ക് എല്ലാ ദിവസവും നമ്മുടെ സബാഹുൽ ഖൈറുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.